അസ്സലാമലൈക്കും. എസ് ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചുരിദാറിനെ എങ്ങനെ കോളർ കട്ട് ചെയ്യുന്നത് എന്നും സ്റ്റിച്ച് ചെയ്യുന്നതും നോക്കാം. 3 ഇഞ്ചാണ് നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് വേണ്ടത്. കഴുത്തകലം 3 ഇഞ്ചാണ്. ബാക്കിലത്തെ നെക്കാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. ഒരു അര ഇഞ്ച് മതി ബാക്കിലേക്ക്. എന്നിട്ട് ഇങ്ങനെ ചെറുതായി ഷേപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ ബാക്ക്. ഇനി ഫ്രണ്ട് എടുക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇറക്കം 3.5 ഇഞ്ച്. പിന്നെ ഇവിടെ നമ്മൾ ഷോൾഡർ ചെരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിന് കൈക്കുഴി കുഴിച്ചു വെട്ടാനുള്ളതും 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കുഴിച്ചു വെട്ടുക. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടി ഇവിടെയും വെട്ടി 1/2 ഇഞ്ച് ഷേപ്പിങ് ചെയ്തു ഫ്രണ്ട്. ഇനി ഫ്രണ്ട് ഓപ്പൺ ചെയ്യും. അടുത്തത് നമ്മൾ ഈ ഷോൾഡർ ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ഇവിടെ ഫ്രണ്ട് ഓപ്പൺ 1-2 ഇഞ്ച് വെച്ചിട്ട് ഈ ഫ്രണ്ടിലത്തെ 2 പീസ് ഇതിലും വെച്ചു, ഇതിലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. നമുക്ക് കോളർ വെക്കാൻ ഇവിടുന്ന് തുടങ്ങിയിട്ട് ടേപ്പിൽ ഇതിന് ചുറ്റും ഉള്ള അളവ് എടുക്കണം. ടേപ്പ് എടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് അളവെടുക്കാണ്ട് ലൂസായി ഇത് കറക്റ്റായിട്ട് എടുക്കണം. ഇങ്ങനെ ചുറ്റും ബാക്കും ഫ്രണ്ടിൻ്റെയും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഈ പോർഷൻ മുഴുവനും ഇങ്ങനെ അളന്നെടുക്കുക. എന്നിട്ട് അതിന് എത്രയാണോ കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്യാൻവാസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചുറ്റും അളവെടുത്തിരിക്കുന്നത് 18.5 അപ്പോൾ നമുക്ക് അതിൻ്റെ ഹാഫ് ഇതുപോലെ ഇങ്ങനെ ടേപ്പിൽ 18.5ൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 9.25 കിട്ടുക. ഇത് കറക്റ്റ് 9.25. അങ്ങനെ നമ്മളിവിടെ ഷേപ്പ് ചെയ്യേണ്ടതിൽ 9.25 വരേണ്ടത്. ഇത് ഒരു 2 ആക്കിയിട്ട് ക്യാൻവാസ് ഇട്ടിരിക്കുകയാണ്. ഇതൊരു 8.5 ഇഞ്ച് നീളം, വീതി 5 ഇഞ്ച്. 5 ഇഞ്ച് വീതിയിലും ഒരു സ്ക്വയറാക്കി 2 മടക്കാക്കിയിട്ട് എടുത്തതാണ് ക്യാൻവാസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നെക്കിൻ്റെ ഡിസ്റ്റൻസ് 3 ഇഞ്ചായിരുന്നു. 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ 6 ഇഞ്ച്, അതിൻ്റെ ഇരട്ടി 6 ഇഞ്ചായിട്ട് ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ 3 ഇഞ്ച്. ഇങ്ങനെ 1 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മളിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തു. കാണുന്നില്ലേ? ഇങ്ങനെ ഓരോ ഇഞ്ച് ഗ്യാപ്പിട്ടിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യും. ഇനി നമ്മളതിൻ്റെ ഹാഫ് 9.25 എടുക്കുക. 9.25 ഈ മുകളിലത്തെ ഷേപ്പ് ചെയ്തതിൽ 9.25 എവിടെയാണോ എത്തുന്നത് അവിടെ പോയിൻ്റ് അടയാളപ്പെടുത്താം. നമുക്കിത് കറക്റ്റായിട്ട് വരുന്നത് 9.25 ഇവിടെ. അപ്പോൾ 9.25 നിന്ന് മുകളിലേക്ക് ഈ ലൈനില്ലേ അതിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇങ്ങനെ ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ക്രോസ് ആക്കാം, റൗണ്ടാക്കുക, എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഷേപ്പ് നമുക്ക് വരക്കാം കോളറിന്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ക്യാൻവാസ് കട്ട് ചെയ്തപ്പോൾ ഈ ഷേപ്പ് കിട്ടി. ഇനി ഇത് നമ്മൾ ഈ പശയുള്ള ഭാഗം ഈ തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. ഇത് 2 പീസ് വേണം. ഒരെണ്ണത്തിൽ അയൺ ചെയ്തിട്ട് വെച്ചിട്ട് മറ്റൊരു
പീസ് എടുത്തിട്ട് അതും കൂടെ ജോയിൻ ചെയ്യുക. അത് നമുക്ക് കാണിക്കാം. എന്നിട്ട് കോളർ എങ്ങനെ വെക്കുന്നത് കാണിക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഒരു പീസും കൂടെ വെച്ചിട്ട് നല്ല വശവും കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ക്യാൻവാസ് അയൺ ചെയ്ത അരികിൽ കൂടെ നമ്മൾ ഈ താഴത്തെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഈ അരയിഞ്ച് വിട്ടിട്ട് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെ അരയിഞ്ച് വിട്ടതിൽ കൂടെ ഇതിൻ്റെ അടുത്തുകൂടെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇവിടെ ഓരോ ക്രോസായിട്ട് ഓരോ കട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും അയൺ ചെയ്ത് കൊടുക്കാം. ഈ ക്യാൻവാസിനോട് ചേർന്ന ഭാഗത്തിന് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുക എന്തെങ്കിലും ചെയ്യാം. ഇങ്ങനെ പശ വെച്ച് ഒട്ടിക്കുന്നതാണ് ഞാൻ അയൺ ചെയ്തത്. അങ്ങനെ അയൺ ചെയ്തിട്ട് ഇങ്ങനെ മടക്ക് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ ചോക്ക് കൊണ്ട് വരയ്ക്കുക, ലൈൻ കൊടുക്കുക ചോക്ക് കൊണ്ട്. ഇതിൻ്റെ അകത്തത്തെ പീസിനാണ് വരയ്ക്കേണ്ടത്. ഇത് ക്യാൻവാസ് വെച്ച പീസ്, ഇത് വെക്കാത്ത പീസ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇതുവരെ ഇങ്ങനെ വരച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഭാഗത്താണ് നമ്മൾ കോളറിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെയാണ് നെക്കിൻ്റെ കോളർ വെച്ച ഉള്ളിലുള്ള ഭാഗം, നെക്കിൻ്റെ ഭാഗം കൂടെ ഈ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മുടെ കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷിംഗ് ആയി. ഇനി നമുക്ക് കൈയും സ്ലിറ്റും എല്ലാം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം.